ആകാശവാണി. നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, സാങ്കേതിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇക്കാലയളവിൽ സർക്കാർ നേതൃത്വം നൽകിയത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി പരമ്പരാഗത ഭരണരീതികളിൽ നിന്ന് മാറി ആധുനികതയ്ക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകിയാണ് NDA സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഭരണനിർവഹണത്തിൽ സുതാര്യത കൊണ്ടുവരിക, ചുവപ്പ് നാടകൾ ഒഴിവാക്കി ജനങ്ങളിലേക്ക് സേവനങ്ങൾ നേരിട്ടെത്തിക്കുക, പരമ്പരാഗത വികസനത്തോടൊപ്പം ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കുക എന്നിവയായിരുന്നു ഈ കാലയളവിലെ പ്രധാന നയം. വിദേശ നയങ്ങളിൽ കൈവരിച്ച ആർജവവും ആഭ്യന്തര ഉൽപാദനത്തിന് നൽകിയ ഊന്നലും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. 2014 അധികാരമേറ്റതിനു ശേഷം എല്ലാ നയരൂപീകരണത്തിലും പ്രവർത്തനത്തിലും ഇന്ത്യ ആദ്യം എന്ന ദൃഢനിശ്ചയത്തിലാണ് സർക്കാർ ഉറച്ചുനിന്നത്. ആഭ്യന്തര സുരക്ഷ, സാമ്പത്തിക പരിപാലനം, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള ശാക്തീകരണ പദ്ധതികൾ, സാംസ്കാരിക സംരക്ഷണത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ ദൃഢനിശ്ചയം പ്രകടമാണ്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. ഡിജിറ്റൽ വിപ്ലവം, സ്റ്റാർട്ടപ്പ് വളർച്ച, വിദേശ നിക്ഷേപ ആകർഷണം എന്നിവയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റങ്ങൾ പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും വളർച്ചയുടെയും പ്രതീകമായി മാറി. അർഹരായ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകിയതും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയും ഇന്ത്യയിലുടനീളം നടക്കുന്ന ഡിജിറ്റൽ വിപ്ലവവും ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കലും വീടുകളിൽ കുടിവെള്ള സൗകര്യം ലഭ്യമാക്കലും തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. 2024 ജൂൺ 9 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായ 3-ാം തവണയും ശ്രീ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനൊപ്പം വരും തലമുറയ്ക്കായി ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരുടെയും സാധാരണക്കാരുടെയും സാമൂഹിക, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായുള്ള ജനക്ഷേമ പദ്ധതികളാണ്. കാർഷിക മേഖലയിൽ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കുന്ന PM കിസാൻ സമ്മാൻ നിധി കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പദ്ധതിയാണ്. രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് 2019 ഫെബ്രുവരിയിലാണ് PM കിസാൻ സമ്മാൻ നിധി ആവിഷ്കരിച്ചത്. പദ്ധതിയുടെ ഏറ്റവും പുതിയ 22-ാം ഗഡു 2026 മാർച്ച് 13 അസമിലെ ഗുവാഹത്തിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. ഈ ഒരൊറ്റ ഗഡുവിലൂടെ മാത്രം രാജ്യത്തെ 9.32 കോടിയിലധികം കർഷകർക്കായി 18,640 കോടി രൂപയാണ് നേരിട്ട് കൈമാറിയത്. PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് പദ്ധതിയുടെ ഗുണഭോക്താവായ പത്തനംതിട്ട സ്വദേശി സുജിത് S ആകാശവാണിയോട്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി.
അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, 1 അല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ KVKയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴി വളർത്തലിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. എന്തുകൊണ്ടും ഇപ്പോൾ സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഈ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് എനിക്ക് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരംഭിച്ച് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷയേകിയ ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ റേഷൻ പദ്ധതിയായ PM ഗരീബ് കല്യാൺ അന്ന യോജന പാവപ്പെട്ടവരുടെ ജീവനോപാധിയായി മാറിയ പദ്ധതിയായിരുന്നു. സുസ്ഥിര ഊർജ്ജ മേഖലയിലെ ഏറ്റവും പുതിയ ചുവടുവയ്പായ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ വീടുകളിൽ സൗജന്യമായി സോളാർ പാനലുകൾ സ്ഥാപിച്ച് 1 കോടിയോളം കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാനും അതുവഴി ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാനും രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. നികുതി പരിഷ്കാരങ്ങളിലെ ഗുണകരമായ മാറ്റങ്ങൾ എല്ലാ മേഖലയുടെയും ഉന്നമനത്തിന് സഹായകമായിട്ടുണ്ട്. പ്രധാന നികുതി പരിഷ്കാരങ്ങളെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് ആകാശവാണിയോട്. BJP ഗവൺമെന്റ് 2014 ഭരണത്തിന് വന്നതിന് ശേഷം ഏറ്റവും പ്രധാനമായ നികുതി മാറ്റം നടപ്പിലാക്കിയത് GST ആണ്. അതായത് സാധന സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പൊ അതിന് മുൻപുണ്ടായിരുന്ന വാല്യൂ ആഡഡ് നികുതി സമ്പ്രദായത്തെ പരിഷ്കരിച്ചാണ് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വിവിധ രാജ്യങ്ങളിൽ കാര്യക്ഷമമായി നടത്തി വരുന്ന നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ സാധന സേവന നികുതി. അതായത് ഇൻഡയറക്റ്റ് ടാക്സസ് അതാണ് സാധന സേവന നികുതികൾ വഴിയായിട്ട് പിരിച്ചെടുക്കപ്പെടുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സസ് വളരെ നല്ല രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് GST കൊണ്ടുവരൽ മുഖാന്തരമായിട്ട് ചെയ്തത്. അപ്പൊ ഈ GST ഒറ്റയടിക്ക് കൊണ്ടുവരികയല്ല ചെയ്തത്. ഒരു GST കൗൺസിൽ തീരുമാനിച്ച്, അതായത് എംപവേർഡ് കമ്മിറ്റി ഓൺ GST കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആ കമ്മിറ്റിയുടെ അതനുസരിച്ച് എല്ലാ സംസ്ഥാനത്തെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആ എംപവേർഡ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബൃഹത്തായ കമ്മിറ്റിയുടെ പഠനം, ഈ പഠനത്തിന് തന്നെ ആശ്രയമാക്കിയത് നമ്മുടെ പാർത്ഥസാരഥി ഷോം കമ്മിറ്റിയുടെ നികുതി നിർദ്ദേശങ്ങളായിരുന്നു. വേറെയും നികുതി നിർദ്ദേശങ്ങളുണ്ട്, പക്ഷെ പാർത്ഥസാരഥി ഷോം കമ്മിറ്റി ഓൺ വാല്യൂ ആഡഡ് ടാക്സ്, ആ കമ്മിറ്റി വാല്യൂ ആഡഡ് ടാക്സിനെ പറ്റി നടത്തിയ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കൂട്ടത്തില് അവിടെ പറഞ്ഞിരുന്നു ഇത് GSTയിലേക്ക് മാറണമെന്ന് പാർത്ഥസാരഥി ഷോം തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു എംപവേർഡ് കമ്മിറ്റിയെ സ്ഥാപിക്കുന്നതും ആ കമ്മിറ്റി മറ്റ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളെ പറ്റിയും അതിന്റെ ദോഷവശങ്ങളെ പറ്റിയും കാര്യക്ഷമമായി പഠിച്ച് ഈ GST കൊണ്ടുവന്നാലുള്ള പ്രയോജനം, ഏത് നികുതി നിർദ്ദേശം കൊണ്ടുവന്നാലും അതിന്റെ പ്രയോജനം വരുമാനത്തിലുണ്ടാകുന്ന വർധനവിലൂടെയാണ് അതായത് നികുതി വെട്ടീര് തടയാൻ കഴിയുക. എത്ര കണ്ട് നികുതി വെട്ടീര് തടയാൻ കഴിയുന്നുവോ അത്ര കണ്ട് നികുതി വരുമാനം വർദ്ധിക്കും. അപ്പോൾ നികുതി വരുമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഉപഭോക്താക്കൾ കൂടുതലുള്ള ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയിൽ വലിയ സാധ്യതയുള്ളതാണ്. അത് കുറ്റമറ്റ രീതിയിൽ പിരിച്ചെടുത്താൽ വികസന ആവശ്യങ്ങൾക്കായി വേണ്ടത്ര പണം കണ്ടെത്താമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ നികുതി നിർദ്ദേശവുമായി മുമ്പോട്ട് പോയത്. അങ്ങനെ എംപവേർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവസാനം ഒരു കോൺസെൻസസിൽ എത്തുകയും അങ്ങനെ 1/7/2017 അതായത് 2017 ജൂലൈ 1 ഈ GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നടപ്പിലാക്കുന്നത്. അതിലെ പോരായ്മകൾ പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത്
തീർച്ചയായിട്ടും വരുമാന സമാഹരണത്തിനും അങ്ങനെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും സഹായകമാകും. അതായത് 2024-25 വർഷത്തിൽ 10,61,899 കോടി രൂപയാണ് GST വഴി കേന്ദ്ര റവന്യൂ സമാഹരണത്തിൽ എത്തിയത്. അതേ സമയത്ത് 25-26 അതായത് കഴിഞ്ഞ ധനവർഷം അത് 11,78,000 കോടിയായി വർദ്ധിച്ചു. എന്ന് വെച്ചാൽ 10.93% വർധനവ്. അതുപോലെ തന്നെ 25-26 ആകെ റവന്യൂ, അതായത് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിയ ആകെ ടാക്സ് റവന്യൂ, നികുതി വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് GST വരുമാനം? കാരണം GST മാത്രമല്ല നികുതി വരുമാനം, അത് കൂടാതെ തന്നെ കസ്റ്റംസ്, എക്സൈസ് എന്ന് വെച്ചാൽ ഡയറക്ട് വഴിയായിട്ട് വലിയ തോതിൽ നികുതി പിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. എല്ലാ ഡയറക്ട് ടാക്സസും പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റാണ് പിരിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ പിരിച്ചെടുക്കുന്ന റവന്യൂ കൂടി വരും ടാക്സ് റവന്യൂവിനകത്ത്. അങ്ങനെ ടോട്ടൽ ടാക്സ് റവന്യൂ എത്രയായിരുന്നു ഈ കഴിഞ്ഞ വർഷം? 42,70,233 കോടിയായിരുന്നു കഴിഞ്ഞ ധനവർഷത്തെ നികുതി വരുമാനം കേന്ദ്രത്തിന്റെ. അതിൽ എത്ര ശതമാനമാണ് നമുക്കിടെ GST വഴിയായിട്ട് കിട്ടിയത്? 11,78,000 കോടി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് 27.59% അത് കേന്ദ്രത്തിന്റെ ആകെ നികുതി വരുമാനത്തിൽ GSTയുടെ സംഭാവന എന്ന് പറയുന്നത് 27.59%. അപ്പൊ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് GST ഒരു നല്ല നികുതി സമാഹരണ മാർഗമാണ്. ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസരക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് തുച്ഛമായ പ്രീമിയത്തിൽ സമഗ്രമായ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകിയ PM ഉജ്ജ്വല യോജന, ഭവനരഹിതർക്ക് സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കിയ PM ആവാസ് യോജന എന്നിവ ഗ്രാമീണ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അറിവിനെ തൊഴിലിനോടും പ്രായോഗിക ജീവിതത്തോടും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കുട്ടികളുടെ സർഗശേഷി, നൈപുണ്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ നയം വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ മത്സരസജ്ജരാക്കാൻ സഹായിക്കുന്നു. ഇതിനൊപ്പം തന്നെ രാജ്യത്തെ IIT, IIM തുടങ്ങിയ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. വിദ്യാലയങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാതൃകാ സ്കൂളുകളാക്കി മാറ്റുന്ന PM ശ്രീ പദ്ധതിയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഊർജമാണ് നൽകിയത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിലായ രാജ്യത്തെ തെരുവ് കച്ചവടക്കാർക്ക് സുരക്ഷിതമായ പ്രവർത്തന മൂലധനം ഉറപ്പാക്കി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ മറ്റൊരു ജനക്ഷേമ പദ്ധതിയാണ് PM സ്വനിധി. വഴിയോരങ്ങളിലും തട്ടുകടകളിലും കച്ചവടം നടത്തുന്ന സാധാരണക്കാർക്ക് യാതൊരുവിധ ഈടുമില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കച്ചവടക്കാർക്ക് കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് പ്രോത്സാഹനമായി പലിശ സബ്സിഡിയും പ്രത്യേക ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്നുണ്ട്. ഈ പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി ഇതിന്റെ കാലാവധി 2030 മാർച്ച് 31 വരെ കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയെ കേവലം ഭരണസൗകര്യത്തിനപ്പുറം സാധാരണക്കാരന്റെ ശാക്തീകരണത്തിനുള്ള ആയുധമാക്കാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞ 12 വർഷത്തെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. ജൻധൻ, ആധാർ, മൊബൈൽ തൃത്വത്തിലൂടെ പൗരന്മാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിച്ച സുതാര്യമായ ഭരണക്രമം നിലവിൽ വരികയും
ഉമംഗ്, ഡിജി ലോക്കർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും വിരൽത്തുമ്പിലാകുകയും ചെയ്തു. ഇതിനൊപ്പം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ വികസിപ്പിച്ച UPI എന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യ പ്രതിവർഷം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ സാമ്പത്തിക ശൃംഖലയായി മാറി. ഭാരത് നെറ്റ് പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിൽ വരെ ലഭ്യമാക്കിയ ഇന്റർനെറ്റ് സൗകര്യവും ലോകത്തിൽ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ ഡാറ്റ നിരക്കും ഈ മുന്നേറ്റത്തിന് അടിത്തറയേകി. ഫലത്തിൽ തെരുവ് കച്ചവടക്കാർ മുതൽ വൻകിട വ്യവസായികൾ വരെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന സുരക്ഷിതമായ ഒരു ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥയായി ഭാരതത്തെ മാറ്റിയ ഈ വിപ്ലവം അന്താരാഷ്ട്ര തലത്തിൽ മറ്റു വികസിത രാജ്യങ്ങൾക്ക് പോലും ഇന്ന് മാതൃകയാണ്. രാജ്യത്തെ ദരിദ്ര മധ്യവർഗ കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുക അഥവാ ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നയം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വിപ്ലവകരമായ UPI. ലോകത്തിലെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. സാങ്കേതിക മികവിലും ഇന്ത്യ കുതിച്ചുയരുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈജുമോൻ CS-ന്റെ വാക്കുകളിലേക്ക്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചയാണ് കഴിഞ്ഞ 10-ലേറെ വർഷങ്ങളായി ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2012-13 11ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഇത് 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. മൊത്തം GDP 4.3 ട്രില്യണിലേക്ക് എത്തി. ഇത് വെറും 1.9 ട്രില്യൺ മാത്രമായിരുന്നു 2012-13. അതായത് ഏകദേശം 2.3 ട്രില്യൺ ഡോളറിൻ്റെ വളർച്ചയാണ് നമുക്ക് ഈ ഡെക്കേഡിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്ത് 25 കോടിയിലേറെ ജനസംഖ്യയെ പാവപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രരിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് പോവർട്ടി റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നത്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 29.17% മൊത്തം ജനസംഖ്യയിൽ വളരെ പാവപ്പെട്ട അതിദരിദ്രം എന്ന് പറയുന്നത് 2013-14 കാലഘട്ടത്തിൽ. അതിപ്പോൾ 11.28% കുറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ഇക്കണോമിക് റിഫോം, സാമ്പത്തികമായിട്ടുള്ള പല റിഫോംസും രാജ്യത്ത് നടപ്പിലാക്കി. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് കൊണ്ടുവന്ന് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ വളരെ വേഗം മുന്നേറി. ഏകദേശം ലോകത്ത് തന്നെ 40% ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. ജൻധൻ ആധാർ മൊബൈൽ ജാം എന്ന് പറയുന്ന ട്രിനിറ്റി കൊണ്ടുവന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എല്ലാവർക്കും സബ്സിഡീസും ബെനിഫിറ്റുകളും അതാത് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ സഹായിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ നോക്കുകയാണെങ്കിൽ 2013-14 കാലഘട്ടത്തിൽ 91,287 കിലോമീറ്റർ ആയിരുന്നു നാഷണൽ ഹൈവേസ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 145,000 കിലോമീറ്ററായിട്ട് വർദ്ധിച്ചു. മോഡേൺ ട്രാൻസിറ്റും ഏവിയേഷൻസും എല്ലാം കൊണ്ടുവന്നു. വെറും 74 എയർപോർട്ട് ഉണ്ടായിരുന്നത് ഇന്ന് അത് 150-ൽ പരം എയർപോർട്ടായിട്ട് വളർന്നു. ഭാരത് മാല പ്രോജക്റ്റും സാഗർമാല പ്രോജക്റ്റ് പോലെയുള്ള പ്രോജക്റ്റ് കൊണ്ടുവന്ന് അടിസ്ഥാന സൗകര്യത്തിന് വളരെ വലിയ പുഷാണ് ഉണ്ടാക്കിയത്. ലോജിസ്റ്റിക്സും ഇക്കണോമിക് ഗ്രോത്തും കണക്ടിവിറ്റിയും ഒക്കെ കൂടി മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടർ വളരെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് കണ്ടത്. GST പോലെയുള്ള വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റായി മാറി. പല പ്രദേശങ്ങളിൽ പല ടാക്സ് എന്നുള്ളത് മാറി ഒറ്റ ടാക്സിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിനെ പിന്നീട് പരിപോഷിപ്പിച്ച് GST 2.0 അടുത്ത കാലത്ത് കൊണ്ടുവരികയും അത് ടാക്സ് സ്ട്രക്ചറുകൾ റാഷണലൈസ് ചെയ്യുകയും ഒരുപാട് ടാക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാക്സേഷൻ എന്നുള്ള രീതി മാറി വളരെ ജനങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ടാക്സ് കുറയാനും വില നിലവാരം പിടിച്ചു നിർത്താനും പറ്റി. ഇൻസോൾവൻസി, ബാങ്ക്രപ്സി കോഡുകൾ കൊണ്ടുവന്ന് കോർപ്പറേറ്റ് മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ചു, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണയത്തിൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ ഇന്ന് $700 ബില്യൺ പരം വിദേശ നാണയ ശേഖരമാണുള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ റോബസ്റ്റായിട്ടുള്ള വളർച്ചയും സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളും
ഇന്നോവേഷനും ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിൽ ധനക്കമ്മിയും റവന്യൂ ഡെഫിസിറ്റ് ഉൾപ്പെടെയുള്ളത് വളരെ കുറയ്ക്കാനും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾക്കൊടുത്തുള്ള വികസനം സാധ്യമാക്കാനും കഴിഞ്ഞു. ഇതിൻ്റെ ഫർദർ ഫിസ്ക്കൽ കൺസോളിഡേഷനും ഇക്കണോമിക് ഗ്രോത്തിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്. 2047 ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. സ്പേസ് മേഖലയിലും ബഹിരാകാശ മേഖലയിലും ബയോടെക്നോളജിയിലും ചിപ്പ് മാനുഫാക്ചറിങ് സെക്ടറിലും ഒക്കെയുള്ള ഡേറ്റ പ്രൈസ് കുറയുന്നത് വഴിയും ഒക്കെ നമ്മൾ അതിവേഗം ഉന്നത നിലവാരത്തിലുള്ള വികസിത രാജ്യമായി മാറും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിർമ്മിത ബുദ്ധി മേഖലയിൽ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ശക്തമായ ചുവടുവയ്പ്പുകളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഗവേഷണങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 10,300 കോടിയിലധികം രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഇന്ത്യ AI മിഷൻ പ്രഖ്യാപനമാണ്. ഭാരതീയ ഭാഷകളിലെ ആശയവിനിമയം എളുപ്പമാക്കുന്ന ഭാഷിണി പോലെയുള്ള AI പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചതും സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ തോതിൽ പ്രോത്സാഹനം നൽകിയതും വഴി ആഗോളതലത്തിൽ AI രംഗത്തെ മത്സരശേഷിയിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒന്നിലേക്ക് രാജ്യത്തെ എത്തിക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ 12 വർഷ കാലയളവിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പാവപ്പെട്ടവനും സാധാരണക്കാരനും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനമായി മാറി. 43 കോടിയിലധികം ജനങ്ങൾക്ക് സുരക്ഷയേകുന്ന ഈ പദ്ധതി അടുത്തിടെ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കായും കേന്ദ്ര സർക്കാർ വിപുലീകരിച്ചു. ഇതിനൊപ്പം ഗ്രാമീണ മേഖലകളിൽ ലക്ഷക്കണക്കിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ച് പ്രാഥമിക ചികിത്സ താഴെത്തട്ടിലും ലഭ്യമാക്കി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് അക്കൗണ്ടുകൾ നിർമ്മിച്ചു നൽകിയതും പുതിയ എയിംസ് ആശുപത്രികളുടെ സ്ഥാപനവും ഭാരതത്തിന്റെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. രാജ്യത്തെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. 2014 രാജ്യത്താകെ വെറും 80 ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും 2026 ആയപ്പോഴേക്കും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കേന്ദ്രങ്ങളുടെ എണ്ണം 170 മടങ്ങിലധികമാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ 18,646 രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം. PM ഭാരതീയ ജൻ ഔഷധിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശിനിയായ സ്മിത സനിൽ ആകാശവാണിയോട്. ഞാൻ കോട്ടയം കുമാരനെല്ലൂർ ജനൌഷധി ഷോപ്പ് നടത്തുകയാണ്. ഒരു 5.5 വർഷം മുമ്പാണ് നമ്മൾ ഷോപ്പ് ആരംഭിച്ചത്. ഇത്രയും നാൾ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസ് 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. പിന്നെ നമുക്ക് സെയിൽ അനുസരിച്ചുള്ള ഇൻസെൻറ്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെ കൂടുതൽ ആധുനികമാക്കി. വന്ദേ ഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാത ശൃംഖല 2014 91,287 കിലോമീറ്ററിൽ നിന്ന് 60% വർദ്ധിച്ച് 2023 1,46,145 കിലോമീറ്ററായി. യാത്രാ സൗകര്യങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചറിലും രാജ്യം കൈവരിച്ച പുരോഗതിയുടെ പ്രതീകമാണ് ഇന്നത്തെ ഇന്ത്യൻ റെയിൽവേ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകളായ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ രാജ്യത്തെ യാത്രാ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. കൂടാതെ രാജ്യത്തുടനീളമുള്ള 1,300-ലധികം റെയിൽവേ സ്റ്റേഷനുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വഴിയൊരുക്കി.
പുതിയ ട്രാക്കുകളുടെ നിർമ്മാണവും റെയിൽവേ ക്രോസുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അണ്ടർപാസുകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണവും വഴി ഇന്ത്യൻ റെയിൽവേയെ കൂടുതൽ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമാക്കാൻ ഈ കാലയളവിലെ വികസന നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ശുചിത്വവും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കുന്നതിനായി ഭവന നഗരകാര്യ മന്ത്രാലയം എല്ലാ വർഷവും നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൻ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി 2016 ആരംഭിച്ച ഈ പദ്ധതി നഗരങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം വളർത്താനും പൗരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. റെയിൽവേക്ക് പുറമെ റോഡ്, വ്യോമയാന ഗതാഗത രംഗങ്ങളിലും സമാനതകളില്ലാത്ത വികസനമാണ് ദൃശ്യമാകുന്നത്. ഭാരത് മാല പദ്ധതിയിലൂടെ അതിവേഗ എക്സ്പ്രസ് വേകളുടെ ഒരു വലിയ ശൃംഖല തന്നെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടു. ദേശീയപാതകളുടെ നിർമ്മാണ വേഗത പ്രതിദിനം എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ്. വ്യോമയാന രംഗത്ത് സാധാരണക്കാരനും വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഉഡാൻ പദ്ധതി വഴി രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ISRO വഴി രാജ്യം കൈവരിച്ച ചരിത്ര നേട്ടങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ചന്ദ്രയാൻ 3 ദൗത്യവും സൂര്യനെ പഠിക്കാനായി വിജയകരമായി വിക്ഷേപിച്ച ആദിത്യ L1 പേടകവും ഇന്ത്യയുടെ ശാസ്ത്രീയ അടിത്തറയുടെ കരുത്തുറ്റ തെളിവുകളാണ്. ഒപ്പം ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ 104 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ആഗോള റെക്കോർഡും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങളുടെ വിജയകരമായ പരീക്ഷണങ്ങളും ISROയുടെ സാങ്കേതിക മികവ് ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ നിർണായക പരീക്ഷണങ്ങളും അതിവേഗം പൂർത്തിയായി വരികയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG റാംജി നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും ആക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സാധിച്ചു. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക നിയമ വ്യവസ്ഥകളെ പൂർണ്ണമായും നവീകരിച്ച സുപ്രധാനമായ നിരവധി നിയമനിർമ്മാണങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങളായ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം പൗരകേന്ദ്രീകൃതവും വേഗത്തിലുള്ള നീതി നിർവഹണം ഉറപ്പാക്കുന്നതുമായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ഏകീകരിച്ച ചരക്ക് സേവന നികുതി, പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ചരിത്രപരമായ നാരീശക്തി വന്ദൻ അധിനിയം എന്നിവയും ഈ കാലയളവിലെ നാഴികക്കല്ലുകളാണ്. കൂടാതെ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മുത്തലാഖ് നിരോധനം, ഡിജിറ്റൽ യുഗത്തിൽ പൗരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം എന്നിവയും രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷിതത്വവും വർദ്ധിപ്പിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് 10% സംവരണം ഉറപ്പാക്കിയ EWS നിയമവും ഡിജിറ്റൽ രംഗത്തെ സുതാര്യതയ്ക്കായി കൊണ്ടുവന്ന പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ചട്ടങ്ങളും ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ ഭരണഘടനാ ഭേദഗതികൾ നവഭാരതത്തിന്റെ ശക്തമായ നിയമ അടിത്തറയ്ക്ക് കാരണമായി മാറി. ഭരണത്തിന്റെ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം രാജ്യം അതിവേഗം കുറച്ചുകൊണ്ടുവരികയാണ്. ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളെയും മാനവിക നന്മകളെയും ഒരുപോലെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഈ വികസന മാതൃക ഇന്ത്യയെ വെറും ഒരു വിപണി എന്ന നിലയിൽ നിന്ന് ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള സാങ്കേതിക സാമ്പത്തിക ശക്തിയായി മാറ്റിത്തീർത്തിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം
ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം ബിന്ദു വിനോദ്.